എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. അതായത് മെയ് 28 അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് ഇനങ്ങളിൽ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇനങ്ങൾക്ക് നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു 1ാം ക്ലാസ് മുതൽ നിങ്ങൾ ഈ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സ് ഇനങ്ങളിൽ എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സ്പോർട്സിൽ എന്തെങ്കിലും മികവുകൾ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മികവുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് അവസാനിക്കുക, അതായത് മെയ് 28 അവസാനിക്കുക. അതിനായിട്ട് വിദ്യാർത്ഥികൾ hskap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അച്ചീവ്മെൻറ്റുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് വഴി ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതായത് ഹൗ ടു രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഹൗ ടു അപ്ലൈ അല്ല, ഹൗ ടു രജിസ്റ്റർ. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു PDF ഡൗൺലോഡ് ചെയ്യാവുന്നതും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ബേസിക് ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് ബാക്കി സ്റ്റെപ്പുകൾ, അതായത് ഹൗ ടു രജിസ്റ്റർ എന്നുള്ളതിൽ കൊടുത്ത പ്രകാരമുള്ള PDF പ്രകാരമുള്ള രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം അതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ ഈ ഒരു മെയ് 28, അതായത് ഇന്ന് വരെയാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ആദ്യം തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അതായത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അതായത് ഏതൊക്കെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ് വിദ്യാർത്ഥികൾ അതായത് ഏതൊക്കെ അച്ചീവ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് രജിസ്ട്രേഷൻ ചെയ്തത് അതും നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്യുക. ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പാസ്വേഡും യൂസർ ഐഡിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസുകൾ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 28 വരെയാണ് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി മെയ് 29 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ, അതായത് ഈ ഒരു മെയ് 28 തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.